നമ്മുടെ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ. ഹക്കോബ മെറ്റീരിയൽ നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോട്ടൺ ലേസും കൂടി ആഡ് ചെയ്തിട്ട് ഹക്കോബ മെറ്റീരിയൽ എടുത്തിട്ടുള്ള ഒരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണില്ല, അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ 1.5 മീറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത്തിൽ എടുക്കുന്നതല്ല, കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഷോർട്ടായിട്ടുള്ള മോഡലല്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇപ്പോൾ ഇതിൽ 4 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് യോക്ക് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ നോർമലായിട്ട് യോക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടൊരു 8 to 8.5 ഇഞ്ചൊക്കെ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ വന്നിട്ട് 4.5 ആണ്, അതിവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 2.25 കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബാക്കിൽ കൊളുത്ത ഹുക്കോ കാര്യങ്ങളൊന്നും വെക്കണില്ല, സിബൊന്നും വെക്കണില്ല. അപ്പോൾ കഴുത്തിൽ കൂടെ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. 3 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് വന്നിട്ട് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇല്ല 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 4 to 6 ഇഞ്ച് വരെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടും കൂടി വരച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്രോക്ക് 2 രീതിക്ക് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിൽ കൂടെ നമുക്ക് ആ ഒരു ഫ്രില്ലിട്ട ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യാം. ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്ട്രാപ്പായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നോർമൽ ഒരു യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത്രയും വീതിക്ക് സ്ട്രാപ്പ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചെടുക്കുക. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്കൊരു 1.5 ഇഞ്ചൊക്കെ വീതി മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് കണക്കാക്കിയിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ റൗണ്ടിനെ ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചിട്ട് ആ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് കുറക്കുക കേട്ടോ. അതല്ലാന്നെങ്കിൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സ്ട്രാപ്പ് പോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല കേട്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് നോക്കാം. ഇത് എനിക്ക് കിട്ടുന്നത് 15 ഇഞ്ചായിട്ട് ലെങ്ത്ത്. അപ്പോൾ എനിക്ക് വേണ്ടത് 16.5 മെയിൻ ക്ലോത്ത് വേണ്ടത്. അപ്പോൾ ഇത് ലൈനിങ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാൻ ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ട് 25 ഇഞ്ചാണ് കേട്ടോ ഫ്രോക്കിൻ്റെ. അപ്പോൾ അതിന് നമ്മുടെ യോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 16.5 കിട്ടുന്നത്. അപ്പോൾ അതിൽ 1.5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ലൈനിങ് കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. മെയിൻ ക്ലോത്തിൽ ഫസ്റ്റ് തന്നെ ഞാൻ സ്കേർട്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ 4 ആക്കിയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഇവിടെ നിന്ന് ലെവൽ ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 16.5 ആണ് സ്കേർട്ട് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 17.5 ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 17.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്രില്ലിടാനുള്ള ഒരു ഭാഗം വേണം കേട്ടോ. അതായത് ഇവിടെ ഫ്രില്ലിടാൻ ഒരു നീളനൊരു പീസ് 2 സൈഡിലും ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടാപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 19.5 വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ മൈനസ് ചെയ്തിട്ട് 18.5 എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു 18. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 54 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അതുപോലത്തെ 2 പീസ് ഈ ഒരു സൈഡിലേക്ക് വേണം, ഈ ഒരു സൈഡിലേക്ക് വേണം കേട്ടോ. 54 ഇഞ്ചിൻ്റെ പീസ്, അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നമുക്ക് 5 ഇഞ്ച് എടുക്കാം കേട്ടോ. 2 പീസ് ജോയിൻ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് നമുക്ക് കിട്ടില്ല, എനിക്ക് കിട്ടില്ല ഇതിൽ ക്ലോത്തിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്കപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 4 to 5 വരെ ഒക്കെ എടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒരു 4.5 എടുക്കുന്നത്. കാരണം നമുക്ക് ഞാൻ ഇതിൻ്റെ തയ്യൽ തുമ്പ് പോകും, പിന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇത് പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4.5 കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 പീസ് വേണം കേട്ടോ. ഇതുപോലത്തെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതെനിക്ക് ജോയിൻ ചെയ്താലാണ് നമുക്ക് ആ ഒരു 54 ഇഞ്ച് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അത്രയും വിട്ട് ഈ ക്ലോത്തിനില്ല. ഉണ്ടല്ലേ. ഇപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിത് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതിപ്പോൾ ഒരൊറ്റ സ്ലീവായിട്ടോ വരും. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് നമ്മളിത് ഫ്രില്ലിട്ടിട്ട് ഒരൊറ്റ പീസായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനത്തെ എനിക്ക് 2 കൂടി വേണം കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം താഴെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് 2 ഇഞ്ച് മാർക്ക്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് വേണ്ടത്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ യോക്ക് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ലൈനിങ് ക്ലോത്തിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മളൊരു പീസ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ എൻഡ് ഭാഗം അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് അതിനുശേഷം ഞാൻ ഫ്രില്ലിടുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രില്ലിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകളായിട്ട് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ട് നമുക്ക് നമ്മളിതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സ്ട്രൈറ്റ് പീസ് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് അയൺ ചെയ്ത് കേട്ടോ. വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചും പിന്നെ ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ യോക്കിൻ്റെ ഈ രീതിക്കുള്ള ലെങ്ത്ത്, അതായത് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രില്ലിട്ട് വെച്ചിട്ടില്ല അത്രയും ലെങ്ത്ത് കേട്ടോ. അതായത് ഇവിടുന്ന് ഇതുവരെയുള്ള ആ ഒരു ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ ഈ ഒരു പീസിന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രില്ലിട്ടിട്ടുള്ള ഒരു പോർഷനുള്ളൂ അതിൻ്റെ പൊട്ടവശത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് വെക്കേണ്ടത്. ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പീസിനെ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ നിവർത്തി കൊടുത്തിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഒരു പീസിൽ ആ ഒരു പീസ് ഇതുപോലെ വെക്കുക, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൾഡ് ചെയ്തിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ വള്ളി ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതിയൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെച്ചാൽ നമുക്ക് വീതി കുറവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതേപോലെ കോണായിട്ടാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളിതുപോലെ ഒന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമുക്ക് അതൊരു ചരിഞ്ഞ ഷേപ്പ് കിട്ടാൻ കേട്ടോ. അതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിന് തിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ എക്സ്ട്രാ പീസസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്താലും ഇതുപോലെ എക്സ്ട്രാ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതാക്കട്ടെ. അതുപോലെ നമ്മൾ സൈഡ് ചരിച്ചതാക്കില്ല അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ശേഷം ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ മറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
തന്നെ നമുക്കിനി യോക്ക് പോർഷന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മളുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കോട്ടൺ ആയ കാരണം കൊണ്ട് പിൻ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. രണ്ടും ക്ലോത്തും ഇതിപ്പോൾ കോട്ടൺ. അതിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് ഇതുപോലെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരും. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതിൻ്റെ എക്സ്ട്രാ പീസസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ഒരു ക്ലോത്ത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുക്കാത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്തും ഒരേപോലെ വരണം, ലൈനിങ്ങും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഷോൾഡർ ഹൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ചെയ്യണത്. ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നു പോയതായിരുന്നു. നമ്മളിതിനെ വലിച്ച് ഒപ്പാക്കിയിട്ട് ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക കേട്ടോ. ഒപ്പം ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ കൂടിയിട്ടോ കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ യോക്ക് പോർഷൻ എടുക്കുക കേട്ടോ. യോക്ക് പോർഷൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ അകലം കൊടുത്തില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അകലം മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 2.5 മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 4 സൈഡിലും ഈ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഇവിടെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ 2 സൈഡിലും 2.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ ആ 2.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തത് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ലൈൻ പോകുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ലൈൻ കൊടുത്തില്ലേ, അതിൻ്റെ ശേഷം അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ഫ്രില്ലിൻ്റെ നല്ല ഭാഗം ഇതേപോലെ, അതായത് ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരണം കേട്ടോ. ആ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലേസും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ലേസ് ഫുള്ളായിട്ട് കൊടുക്കുന്നത് ഇതിലൊരു ഹാഫ് പോർഷൻ കാണുന്ന രീതിയിൽ കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലേസും വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇതേപോലെ ലേസും കൂടി ഇതിൻ്റെ ഉൾക്കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ക്ലോത്ത് വെച്ചിട്ട് ഇതിന് മുകളിൽ നമ്മൾ ഫ്രില്ലിട്ട ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ യോക്ക് പോർഷൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് 2 സൈഡിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് വെച്ചിട്ട്, അതായത് നമ്മളെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് നല്ല വശം ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ലൈനിങ് ക്ലോത്തും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ രീതിക്കാണ് ഞാൻ ലൈനിങ് ക്ലോത്ത് വെച്ചത്. അപ്പോൾ ലൈനിങ് ക്ലോത്തും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല വശം ഒരുപോലെ വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട ഭാഗം അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പ്ലീറ്റ്സ് ഇവിടുന്ന് അഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട ഭാഗം വെച്ച് കൊടുക്കുക, നല്ല വശം ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് ക്ലോത്തും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട്
ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ യോക്ക് പോർഷനും അതുപോലെ സ്കേർട്ട് പോർഷനും അറ്റാച്ച് ആയിട്ട് ഇതേപോലെ കേട്ടോ കിട്ടുക. ഇപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ കേട്ടോ നമ്മളത്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഓപ്പണിങ്ങാണ് വരുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രോക്ക് ചെയ്യണ പോലെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കില്ല കേട്ടോ ചെയ്യണത്. നോർമലായിട്ട് ഫ്രോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാവും യോക്ക് ഇട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യണ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ 4 പീസും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ ആ രീതിക്കല്ല കേട്ടോ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നോർമലായിട്ട് സൈഡ് കൂട്ടുന്ന പോലെ നമ്മൾ ഈ സ്ലീവിൻ്റെ, അതായത് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സൊക്കെ ഉള്ളിലേക്ക് വെച്ച് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഈ ഒരു പോർഷനിൽ ഇതുവരെ നമ്മൾ നോർമലായിട്ട് സൈഡ് കൂട്ടുന്ന പോലെ കൂട്ടാറില്ല. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ യോക്കും സ്കേർട്ട് പോർഷനും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് തുമ്പ് വരുന്ന, അതായത് വള്ളിയുടെ ഫുൾ ഭാഗം ഉള്ളിലേക്കും തുമ്പുവശം ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ യോക്കിൻ്റെ എൻഡ് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ, രണ്ട് സൈഡും. അതിൻ്റെ ശേഷമാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പം നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണല്ലേ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ 4 പീസും കൂട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കൂല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ യോജിപ്പിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ അതുപോലെ അല്ല കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ യോക്ക് പോർഷൻ മാത്രം നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്തിന് നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് ക്ലോത്തിന് മാറ്റിയതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ ലൈനിങ് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ മെയിൻ പീസ് മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അതും നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ നിർത്തി വെച്ചില്ല, അതായത് ഈ യോക്ക് പോർഷൻ്റെ ഇവിടെ നിർത്തി വെച്ചില്ല, അവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്റ്റിച്ചിങ് തുടരുക കേട്ടോ. അതായത് നമ്മൾ നേരത്തെ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ച്, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും കൂടി തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഭാഗം വരെ, ഫുള്ളായിട്ടല്ല, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടെ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഈ മെയിൻ ക്ലോത്തിനുണ്ടല്ലോ, ഈ മെയിൻ ക്ലോത്തിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ലൈനിങ് ക്ലോത്ത് മാത്രം ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ ശരിച്ച് കൊടുത്തിട്ട് ഇതേപോലെ പിന്നെ താഴേക്ക് എത്തുന്തോറും ഇപ്പോൾ കണ്ടില്ല ലൈനിങ് ക്ലോത്ത് മാത്രമായിട്ട് നമുക്ക് സ്റ്റിച്ച് വീഴുന്നുള്ളൂ കേട്ടോ. മെയിൻ ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ഇപ്പോൾ വീഴുന്നില്ല. മെയിൻ ക്ലോത്ത് നമ്മൾ നേരത്തെ തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈനിങ് ക്ലോത്തിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്യട്ടെ നമ്മൾ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച്, അപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും കണ്ടില്ല നമുക്ക് സെപ്പറേറ്റ് കിട്ടി. ഇപ്പോൾ രണ്ട് ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആദ്യം മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ലൈനിങ് ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇതിലേക്കൊരു കുഞ്ഞ് ബോംബോൾ ഉണ്ടാക്കണം. ഞാൻ ബാക്കിൽ ഹുക്കോ അല്ലെങ്കിൽ സിബോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ സെൻറ്റർ ഭാഗത്തൊരു കുഞ്ഞ് ബോ കൂടി കൊടുക്കാം കേട്ടോ. അതിലേക്കൊരു ചെറിയൊരു ബോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഏകദേശം ഒരു 7 ഇഞ്ച് ഉണ്ട് കേട്ടോ വിഡ്ത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ട് ഒരു 12 ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ. നമുക്ക് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇതാണ് പൊട്ടവശം, ഇത് നല്ല വശം ഇട്ടോ. എന്നിട്ട് ഇതേപോലെ നീളനെ മടക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരും കേട്ടോ. ഇവിടുന്ന് കെട്ടിട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ കെട്ടിട്ട് നമ്മൾ നിർത്തുക കേട്ടോ. അപ്പോൾ ഞാനിതിന് ക്യാൻവാസോ ലൈനിങ്ങോ ഒന്നും കൊടുക്കണില്ല കേട്ടോ. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യണം. അതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, ഏകദേശം ഒരു ഇഞ്ചിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം വീണ്ടും ഇതേപോലെ നമ്മൾ ഇവിടുന്ന് കെട്ടിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇവിടെ വന്നിട്ട് അവസാനിപ്പിക്കുക കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു പീസിന് നമുക്ക് ഇതേപോലെ എടുക്കുക കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം സെൻട്രലിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സൈഡിൽ 2 സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഉള്ളിലേക്ക് മറിച്ച്, അതാണ് ഞാൻ പറഞ്ഞത് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ മറിക്കുന്ന സമയത്ത് കെട്ടിട്ടില്ലെങ്കിൽ അഴിഞ്ഞ് വീഴും കേട്ടോ. അപ്പോൾ അതാണ് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ശേഷം ഇതിൻ്റെ കോണായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എടുക്കുക കേട്ടോ. കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ വേറൊരു പീസും കൂടി വേണം. നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഒരു പീസിന്. അപ്പോൾ ഇതിന് നമുക്ക് വീതി അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്രയാണ് വീതി കൊണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്യട്ടെ. അതായത് ഫസ്റ്റ് ഇതുപോലെ ഉള്ളിലേക്ക് 2 സൈഡും ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്ന് സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതായത് മെഷീനിലെല്ലാം സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് ഉള്ള ബാക്ക് സൈഡ്. അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ സൂചി നൂല് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് തുന്നിയിട്ട് ഉറപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഒരു ഇതിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യില്ല, തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ഈ ഒരു ഒട്ടവശത്ത് കൂടെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നന്നായി ഉറപ്പിച്ച് തുന്നിയെടുക്കുക കേട്ടോ. അങ്ങനെ തുന്നിയെടുക്കുക ചെയ്യുന്നത്. ആ ബോളിൻ്റെ വിട്ടു പോരാത്ത രീതിയിൽ നമ്മളിതുപോലെ സൂചി നൂല് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടെ ഫ്രണ്ടിലാണ് കേട്ടോ ബോ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലൈസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടണും കാര്യങ്ങളും സിബൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ.